ഹായ് ഗായ്സ്, ജാസിയാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ ഒരു അടിപൊളി സെലൂണിലാണ് കേട്ടോ. അപ്പോ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ജാസിയുടെ ഹെയർ ഭയങ്കര കേളിയല്ലേ, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേന്ന്. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, എനിക്കിപ്പോ ഈ കേളി ഹെയർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, നല്ല പ്രോട്ടീൻ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ബോട്ടക്സ് ചെയ്യാന്ന്. അപ്പൊ ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോട്ടക്സ് ആണ്. ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ വന്നതാണ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാണ് എന്റെ ഹെയറിന്റെ ലുക്ക്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കേളിയാണ്. അപ്പൊ ഇത് ഹെയർ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് എടുത്ത് കുടുങ്ങുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ലോസ് വരുന്നുണ്ട്. അപ്പൊ ബോട്ടക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഷൈനി ആയിട്ട് ഭയങ്കര നല്ല സ്മൂത്ത് ആയിട്ട് കിടന്നോളും. അപ്പൊ ഞാൻ എന്തായാലും എന്റെ ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം. അപ്പൊ എന്റെ ചേഞ്ച് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അടിപൊളി സർവീസ് ആയിരുന്നു. എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇനി കേളി ഹെയർ ആയി പോയി എന്റെ ഫേസിന് സ്യൂട്ട് ആവുന്നു. പക്ഷെ നന്നായിട്ട് ചെയ്തു. ഇത് പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ്. ബോട്ടക്സ് നമ്മൾ കുറച്ച് ഓളിയം ടൈപ്പ് ആണ് ചെയ്തത്. അപ്പൊ എന്റെ നോർമലി സ്ട്രേറ്റ് ചെയ്ത എന്താ പറയാ, ഈ ഹെയർ ആണ് ഭയങ്കരമായിട്ട് കോല് പോലെ കിടക്കും. അപ്പൊ നമ്മൾ ചില ഫേസിന് അത് ഭംഗി കിട്ടില്ല. പക്ഷെ ഇത് കുറച്ച് വോളിയം ടൈപ്പ് ആണ് അവർ എനിക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് ഒരു സ്ട്രൈറ്റനിങ്ങിനുള്ള ഫീലിംഗ് ഉണ്ടാവില്ല. പക്ഷെ നോർമലി കാണുമ്പോൾ നല്ല ഒരു നോർമൽ ഹെയർ കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ താഴത്തെ തന്നെ ബയോ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്പർ വന്ന് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്ത് തന്നാൽ മതി. ഇവിടെ കിഡ്സിനും അവരുടെ ഹെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സർവീസ് നോക്കുക കേട്ടോ. சிவகாமியே சிவனையும் பாதியே அதுவும் உனக்கு புரியுமா? சிவலாலி